Okay, now we can start the example 6.5. There is a torque on a sliding block. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Torque on a sliding block. Now, for a simple illustration of the relation, tau is equal to dl by dt. Consider a small block of mass m sliding in the x direction with a velocity v is equal to vi. നമ്മൾ ബ്ലോക്ക് സ്ലൈഡിങ് ഓൺ എ പ്ലെയിൻ അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലേക്ക് ഒരു ബ്ലോക്ക് സ്ലൈഡ് ചെയ്ത് പോകുന്ന കേസിൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണാൻ ശ്രമിച്ചിരുന്നു. സിമിലർ ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ. സോ ദിസ് ഈസ് ദ എക്സ് ആക്സിസ്, ദിസ് ഈസ് ദ വൈ ആക്സിസ് ആൻഡ് സേ ദിസ് ഈസ് ദ ഇസഡ് ആക്സിസ്. നൗ ഇവിടെ ഒരു ബ്ലോക്ക്, ഇറ്റ് ഈസ് ഹാവിങ് എ മാസ് m. It is traveling in the positive direction of x-axis with a velocity v. ആ വെലോസിറ്റിനെ നമുക്ക് യൂണിറ്റ് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ എന്താ എടുക്കുന്നത്? ദിസ് ഐ ക്യാപ്. വൈ ആക്സിൻ്റെ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്. കെ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ സെഡിൻ്റെ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടർ കെ ക്യാപ്. ഓക്കെ, സോ വെലോസിറ്റി v എന്നുള്ളതിനെ നമുക്ക് v is equal to v into ഐ ക്യാപ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ആംഗുലർ മൊമെൻറ്റം ഇഫ് ഈ പോയിന്റ് ഒറിജിൻ എ ആണെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ ബ്ലോക്ക് എബൌട്ട് ദ ഒറിജിൻ എ എൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഈ വെക്റ്റർ ആർ എ ആണെങ്കിൽ ആർ എ ക്രോസ് വി അല്ലേ? ആർ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? ദിസ് ഡിസ്റ്റൻസ് ഈസ് എക്സ്. ആർ എ എന്ന് പറയുന്നത് എക്സ് ഐ ക്യാപ് എന്ന് എഴുതാം. സോ എക്സ് ഐ ക്യാപ് ക്രോസ് വി ഇൻറ്റു ഐ ക്യാപ്, ഐ ക്യാപ് ക്രോസ് ഐ ക്യാപ് ദറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ സ്ലൈഡിംഗ് ബ്ലോക്ക് എബൌട്ട് ദ ഒറിജിൻ ഓ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. പക്ഷേ ആംഗുലർ മൊമെൻറ്റം ഈ പോയിന്റിനെ അടിസ്ഥാനമാക്കി ബി എന്ന് പറയുന്ന ഈ പോയിന്റിനെ അടിസ്ഥാനമാക്കിയാണ് നോക്കുന്നതെങ്കിൽ ആംഗുലർ മൊമെൻറ്റം വിൽ നോട്ട് ബി ഈക്വൽ ടു 0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, നമുക്കത് ഒന്നുകൂടി നോക്കാം. നൗ അബൌട്ട് ദ പോയിന്റ് ബി, ബിനെ അടിസ്ഥാനമാക്കിയുള്ള ആംഗുലർ മൊമെൻറ്റം എൽ ബി ഇസ് ഈക്വൽ ടു സേ ദിസ് വെക്ടർ ഈസ് ആർ ബി. ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ വെക്ടറാണ് ആർ ബി എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ആർ പി വെക്ടർ ആർ പി ക്രോസ് വെക്ടർ ബി. നൗ ആർ ബി എന്ന് പറയുന്ന വെക്ടർ സേ ഇറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലാണ്. സോ ആർ ബി ക്രോസ് വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആംഗുലർ മൊമെൻറ്റം മീൻസ് ആർ ബി ക്രോസ് ആർ ക്രോസ് പി ആണല്ലോ. സോ ആർ ക്രോസ് എം വി, ഞാൻ നേരത്തെ എഴുതിയതിൽ ആ മാസ് അവിടെ ഇടാൻ വിട്ടുപോയി, അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക കേട്ടോ. ആർ ബി ക്രോസ് എം വി, ആർ ക്രോസ് പി, ആംഗുലർ മൊമെൻറ്റം ഈസ് സിംപ്ലി ആർ ക്രോസ് പി. മാസ് ഞാൻ അവിടെ ഇടാൻ മറന്നുപോയി. ആർ ബി ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, വി ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. നൗ ആറിൽ നിന്ന് വിയിലേക്ക് ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിപ്പ് അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? So this is R is in this direction, V is in this direction. R ൽ നിന്ന് this is R and this is P അല്ലെങ്കിൽ V, വിയുടെ ഡയറക്ഷൻ. R ൽ നിന്ന് P യിലേക്ക് ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിപ്പ് അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സോ ദാറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ, ദിസ് ഡയറക്ഷൻ. ആറും പിയും ഉൾപ്പെട്ട പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ. അതായത് ഇതൊരു ഈ പ്ലെയിൻ ഓഫ് ദി സ്ക്രീൻ എക്സ് വൈ പ്ലെയിൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്ലെയിനിൽ നിന്ന് പെർപെൻഡിക്കുലർ ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. സോ ഇൻ ദിസ് കേസ് ഇഫ് ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് വൈ ആൻഡ് ദിസ് ഈസ് ഇസഡ്, ആംഗുലർ മൊമെൻറ്റം വിൽ ബി ഇൻ ദ ഇസഡ് ഡയറക്ഷൻ പ്ലസ് ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, ദാറ്റ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. സോ ദാറ്റ് ഈസ് ക്ലിയർലി ഷോൺ ഹിയർ in this figure. So now angular momentum will be
in this direction. Now what is the magnitude of angular momentum? L is equal to LB is equal to M into M നമ്മൾ പുറത്തേക്ക് എടുത്തു RB cross V. What is RB cross V? RB cross V എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം M into RB perpendicular into V. ഇതിൻ്റെ ഡയറക്ഷൻ കൊണ്ടാണ് ഇസ ഡയറക്ഷനിലേക്കാണ്. സോ കെ ക്യാപ്. സോ ആർ ബി എന്ന് പറയുന്ന ഇതിൻ്റെ വിയുടെ ഡയറക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. സോ ദാറ്റ് ഈസ് ദിസ് ഒറിജിനിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്. അതിനെ നമ്മൾ എൽ ആയിട്ടാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് എം എൽ വി ഇൻറ്റു കെ ക്യാപ്. ആംഗുലാർ മൊമെൻറ്റം അബൌട്ട് ദ പോയിന്റ് ബി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു perpendicular component RBL, that is equal to L. നമ്മൾ ഈ ഇതിൽ L ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. L എന്ന് വിളിക്കുന്നത് V ഇൻറ്റു കെ ക്യാപ്. സോ ദിസ് ഈസ് ദ ആംഗുലർ മൊമെൻറ്റം. നൗ ഈ പർട്ടിക്കുലർ കേസിൽ നോക്കുക. ഇതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടിയാണ് വി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ എക്സ് ഡയറക്ഷനിൽ തന്നെ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ തന്നെ വി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. വിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം അബൌട്ട് ദ പോയിന്റ് ബി എന്തായിരിക്കും? ആംഗുലാർ മൊമെൻറ്റം അബൌട്ട് ദി പോയിന്റ് ബി എന്ന് പറയുന്നത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് ഓഫ് ദ ബ്ലോക്ക്. ഒന്ന് മാസ് ഓഫ് ദ ബ്ലോക്ക്. മാസ് ഓഫ് ദ ബ്ലോക്ക് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ സ്പീഡ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ദറ്റ് ഈസ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എം ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. സ്പീഡ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിൻ ആൻഡ് ദ പോയിന്റ് ബി, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? എൽ ഈസ് ഓൾസോ നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം. K cap is a unit vector, fixed unit vector. That is in this direction. So, ഇതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. That means angular momentum is a constant in this case. LB is equal to a constant. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടി ഇതിങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം അബൌട്ട് ദി ഒറിജിൻ ബി, അബൌട്ട് ദ പോയിന്റ് ബി വിൽ ബി എ കോൺസ്റ്റന്റ്. ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ ദ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് on the block, experienced by the block എന്ന് പറയുന്നത് എന്തായിരിക്കും? about the point B, tau B is equal to dLB by dt. dLB by dt എന്ന് എഴുതാം. if LB is equal to a constant, dLB by dt is equal to 0. torque on this block of mass M will be 0. now ഈ ബ്ലോക്ക് ഇങ്ങനെ നേരത്തെ കേസിൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടി ബ്ലോക്ക് മൂവ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ദിസ് ഈസ് ദ ബ്ലോക്ക് ഓഫ് മാസ് എം. ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിന് മുകളിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടോ വിചാരിക്കാം. ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്. നേരത്തെ എന്തായിരുന്നു? അതിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഒന്നും ഇല്ല. അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യാണ്. സോ കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ബിക്കോസ് നമ്മൾ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്തൊരു കേസാണ് കൺസിഡർ ചെയ്തത്, ഒരു ഐഡിയൽ കേസ്. സോ അതിന് മുകളിൽ ഫോഴ്സ് ഒന്നും വേണ്ട. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സോ മറ്റ് ഡിസിപ്പേറ്റീവ് ഫോഴ്സോ ഒന്നും ഇല്ലാത്ത കേസുകളിൽ അത് 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ് വിൽ ബി 0. ഈ കേസിൽ സപ്പോസ് ഫ്രിക്ഷൻ ഈസ് ദർ, എന്താ സംഭവിക്കുക? ഇങ്ങോട്ടിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ സാവകാശം വെലോസിറ്റി കുറഞ്ഞു വരും. നൗ if frictional force is there, what is the torque on this object with respect to the origin B? ബിനെ അടിസ്ഥാനമാക്കി ഇതിന് മുകളിൽ അനുഭവപ്പെടുന്ന ടോർക്ക് എന്തായിരിക്കും? ആ ടോർക്ക് ഫോഴ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫോഴ്സ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. വെലോസിറ്റി v is equal to v ഇൻറ്റു ഐ ക്യാപ് ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? അപ്പം വെക്ടർ F is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് F ഇൻറ്റു ഐ ക്യാപ്. ഈ ഡയറക്ഷനിലേക്ക് അല്ലല്ലോ, ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലല്ലോ ഫോഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. സോ മൈനസ് F ഇൻറ്റു ഐ ക്യാപ്.
So force is in the direction of minus I cap. So we can write the frictional force is equal to F is equal to minus F into I cap. Now torque on the block about the origin B is tau B is equal to RB cross F. R cross F. Torque in the general expression R cross F ആണല്ലോ. With respect to origin ആകുമ്പോൾ ഈ വെക്റ്റർ RB ആണ്, RB cross F എന്ന് നമുക്ക് എഴുതാം. So what is RB cross F? RB അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കി നോക്കാം. So RB is in this direction. So this is the direction of RB. F is in this direction. R-ൽ നിന്ന് R-ൽ നിന്ന് F-ലേക്ക് ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിപ്പ് അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? So the particle is moving in the x direction. The point B is on the y axis. Actually ഈ മോഷൻ നടക്കുന്നത് XY പ്ലെയിനിലാണ്. ഓക്കെ, അപ്പോൾ ഈ ആർ ബി എന്ന് പറയുന്ന വെക്റ്റർ XY പ്ലെയിനിലാണ്, മോഷൻ നടക്കുന്നത് എക്സ് ഡയറക്ഷനിലേക്കാണ്. സോ ഈ പ്ലെയിന് ആറിനും എഫിനും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്കായിരിക്കും ഫോഴ്സ് ടോർക്ക് അനുഭവപ്പെടുക, ആർ ക്രോസ് എഫ്, അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ടാവുക. സോ ആറിൽ നിന്ന് എഫിലേക്ക് ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്ന ടിപ്പ് അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്, സോ ദാറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ, XY പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്കായിരിക്കും. മാത്രമല്ല ഇറ്റ് ഈസ് പോയിന്റഡ് ഇൻവേഴ്സ് ദ പ്ലെയിൻ ഓഫ് ദി സ്ക്രീൻ. ഈ ഞാൻ ഈ ചിത്രം വരയ്ക്കുന്ന സ്ക്രീനിൻ്റെ പ്ലെയിനിന് ഇൻവേർട്ട് ഡയറക്ഷനിലേക്കായിരിക്കും. ദാറ്റ് ഈസ് ആ ഡയറക്ഷൻ ഏതായിരിക്കും? ദാറ്റ് ഈസ് ഇൻ ദ മൈനസ് ഇസഡ് ഡയറക്ഷൻ. മൈനസ് ഇസഡ് ആക്സിസിൻ്റെ മൈനസ് ഡയറക്ഷൻ. സോ ടോ ബി വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ, മൈനസ് ഇസഡ് ഡയറക്ഷൻ. വാട്ട് ഈസ് ദാറ്റ് മൈനസ് ഇസഡ് ഡയറക്ഷനിലേക്ക് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വി ക്യാൻ റെപ്രസെൻറ്റ് ബൈ മൈനസ് കെ ക്യാപ്. മൈനസ് കെ ക്യാപ് ഡയറക്ഷനിലേക്കായിരിക്കും ടോർക്ക് അനുഭവപ്പെടുക. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു, നമുക്കിങ്ങനെ എഴുതാം, ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ദ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ദിസ് വെക്റ്റർ ആർ ബി. ആർ ബിയുടെ എഫിൻ്റെ ഡയറക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? RB perpendicular, then minus K cap. What is RBL? That is equal to this distance. This distance is L. So F into L into minus K cap, that is LF into K cap. Minus sign is also there. Sorry, there should be a minus sign. That is written here. Tau B is equal to minus L into F K cap. That is the torque acting on this object. ഇനി നമുക്ക് ഈ ടോർക്കിന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ടോർക്ക് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു അല്ലേ? ഈ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് ദ പോയിന്റ് ബി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? MVL K cap. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് ഈ ടോർക്ക് dL/dt എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നൗ യു കൺസിഡർ ദിസ് ഫിഗർ. ഈ പ്ലോട്ട്, ഈ ഫിഗർ കൺസിഡർ ചെയ്യുക. ദിസ് ഈസ് ദ എക്സ് ഡയറക്ഷൻ, ദിസ് ഈസ് ദ വൈ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലേക്ക് പോകുന്ന ബ്ലോക്കിൻ്റെ മുകളിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി, ഇനിഷ്യലായിട്ടുള്ള അതിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡിക്രീസ്, വെലോസിറ്റി കുറയും. ഓക്കെ, നൗ so we see from equation 1 that as the block slows, LB remains along the positive z direction but its magnitude decreases. ഈ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയുമ്പോൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? MLV ഇൻറ്റു K cap about the point, about the origin B.
angular momentum about the point B is equal to MLV into K cap. MLV into K cap. അപ്പോൾ വിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയുമ്പം ആംഗുലർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? കുറയും. ഇപ്പോൾ വിയുടെ മാഗ്നിറ്റ്യൂഡ് ഡെൽറ്റ വി ആണ് കുറയുന്നത്. ഡെൽറ്റ വി ആണ് ചേഞ്ച് ഉണ്ടാവുന്നത് വിചാരിക്കുക. സോ വിയുടെ മാഗ്നിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നതുകൊണ്ട് ചേഞ്ച് ഡെൽറ്റ വി ആണ് വിചാരിക്കുക. ഈ ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ടാകാം. ഈ വെലോസിറ്റി ചിലപ്പോൾ അങ്ങോട്ട് കൂടാം, വെലോസിറ്റി ചിലപ്പോൾ കുറയാം. അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ചേഞ്ച് എന്ന് മാത്രം എടുക്കാം. അപ്പോൾ ആംഗുലർ മൊമെന്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡെൽറ്റ എൽ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എം എൽ ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു കെ ക്യാപ്പ്. എം എൽ ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു കെ ക്യാപ്പ്. പക്ഷേ ഈ ഡെൽറ്റ വിയുടെ വാല്യൂ എന്തായിരിക്കും നോക്കിയേ. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ വിയുടെ വാല്യൂ വി ഇൻക്രീസ് ചെയ്യലല്ലോ ഡിക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ വി പ്ലസ് ഡെൽറ്റ വി എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കുറയണമെങ്കിൽ ഡെൽറ്റ വിയുടെ വാല്യൂ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം, ലെസ് ദാൻ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയിരിക്കണം. സോ വിയുടെ ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ വിയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഡെൽറ്റ വി ഷുഡ് ബി ലെസ് ദാൻ 0. മൈനസ് ക്വാണ്ടിറ്റിയാണ് വരിക ഡെൽറ്റ വിയുടെ വാല്യൂ. സോ വേർ ഡെൽറ്റ വി ഈസ്, ഇഫ് ദ ഫോഴ്സ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്, the force will decrease. If the force is frictional force, the velocity of the sliding object will decrease. So delta v will be negative quantity. So this we will get delta LB is equal to ml into delta v into k cap. Now ഇതിനെ നമുക്കൊരു ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ഡെൽറ്റ ടി സമയം കൊണ്ടാണ് ഈ വെലോസിറ്റിയിൽ ഡെൽറ്റ വി ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുക. ഇഫ് ദിസ് ഡെൽറ്റ വി ചേഞ്ച് ഇൻ വെലോസിറ്റി ഹാപ്പൻസ് ഇൻ എ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ ആ സമയം കൊണ്ടുണ്ടാവുന്ന ആംഗുലർ മൊമെന്റത്തിനുണ്ടാവുന്ന ചേഞ്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ എൽ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി is equal to, that is change in angular momentum in the unit time, is equal to delta LB by delta T is equal to ML into delta V by delta T into K cap. So limit delta T tending to 0 ആണെങ്കിലോ ഡെൽറ്റ എൽ ബി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് നമുക്ക് ഡി എൽ ബി ബൈ ഡി ടി എന്ന് എഴുതാം. അതുപോലെ എം എൽ ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടീനെ നമുക്ക് എന്ത് എഴുതാം? ഡി വി ബൈ ഡി ടി ടു കെ ക്യാപ്പ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ഡി എൽ ബി ബൈ ഡി ടി is equal to എം എൽ ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇൻറ്റു കെ ക്യാപ്പ്. ബട്ട് വി നോ ദാറ്റ് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി is equal to the force. ഈ ഫോഴ്സിനെ മൈനസ് എഫ് എന്നാണ് എടുത്തിരിക്കുന്നത്. എന്താണ് കാരണം? The force is in the negative direction of x-axis. So we can write dLb by dt is equal to minus FL into k cap. ടോർക്കിന്റെ എക്സ്പ്രഷൻ നമുക്ക് നേരത്തെ കിട്ടിയത് എന്താണെന്ന് നോക്കി, മൈനസ് എൽ എഫ് ഇൻറ്റു കെ ക്യാപ്പ്. സോ രണ്ട് കേസിലും നമുക്ക് ഒരേ റിലേഷനാണ് കിട്ടിയത്, മൈനസ് എഫ് എൽ ഇൻറ്റു കെ ക്യാപ്പ്. ഈ കേസിൽ എന്താ കിട്ടിയത്? ഡി എൽ ബി ബൈ ഡി ടി എന്നുള്ളതും ഡി എൽ ബി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് എൽ ഇൻറ്റു കെ ക്യാപ്പ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു the torque with respect to the point B. So torque about the point B is equal to dLb by dt. We can write like this. So this is the general relation. Now this is the case. ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് ആംഗുലർ മൊമെൻറ്റം എപ്പോഴും ഏത് ഡയറക്ഷൻ തന്നെയായിരുന്നു? ഇസഡ് ഡയറക്ഷൻ തന്നെയായിരുന്നു. പക്ഷെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ ബ്ലോക്ക് ഈസ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. നമ്മൾ ആംഗുലർ മൊമെൻറ്റം ബി എന്ന് പറയുന്ന പോയിന്റിനെ അടിസ്ഥാനമാക്കി കാണാൻ ശ്രമിച്ചു. അപ്പോൾ ഇതിങ്ങനെ കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെ ഇതേ ഡയറക്ഷനിലേക്ക് ഇതേ മാഗ്നിറ്റ്യൂഡോട് കൂടി ആംഗുലർ മൊമെൻറ്റം ഉണ്ടാവും.
പക്ഷേ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തെങ്കിലും ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ എന്താ സംഭവിക്കുക, ഈ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യും. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കേസിൽ അതിന് അനുഭവപ്പെടുന്ന ടോർക്ക് എന്ന് പറയുന്നത് dLb/dt വെച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമ്മളിവിടെ കണ്ടത്. നമ്മൾ ശരിക്കും നേരിട്ട് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതും dL/dt വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതും രണ്ട് കേസിലും ഒരേ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ടോർക്ക് അബൌട്ട് ദ പോയിന്റ് B is equal to d/dt of LB. Now it is important to keep in mind that since tau and L depend on the choice of the origin, the same origin must be used for both when applying the relation tau is equal to dou L by dou T, as we were careful to do in this problem. Okay? അതായത് നമ്മൾ ഈ ബോഡിയുടെ മുകളിൽ അനുഭവപ്പെടുന്ന ടോർക്ക് O എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് ബ്ലോക്ക് ഉള്ളത് എന്ന് വിചാരിക്കുക. മാസ് M, it is moving in this direction with a velocity v. ഇതിന് മുകളിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് in this direction. ഈ O എന്ന് പറയുന്ന പോയിന്റിനെ അടിസ്ഥാനമാക്കി ഇതിന്റെ ടോർക്ക് കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും? The distance is x into I cap. Force is equal to minus F into I cap. Minus F into I cap. രണ്ടിൻ്റെയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ r ക്രോസ് f എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? I ക്രോസ് I is equal to 0. സോ ടോർക്ക് അബൌട്ട് ദി ഒറിജിൻ ഇസ് ഈക്വൽ ടു 0. ഈ കേസിൽ ഈ O എന്ന് പറയുന്ന ഒറിജിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ടോർക്ക് 0 ആണ്. അത് ടോർക്ക് അബൌട്ട് ദി ഒറിജിൻ O is not equal to d/dt of angular momentum about another point B. ടോർക്ക് അബൌട്ട് ദി ഒറിജിൻ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ആംഗുലർ മൊമെന്റവും എവിടെ ഉള്ളത് കാണണം? അബൌട്ട് ദി ഒറിജിൻ ആയിരിക്കണം. ടോർക്ക് അബൌട്ട് ദി പോയിന്റ് ബി ആണെങ്കിൽ d/dt ഓഫ് ആംഗുലർ മൊമെന്റം അബൌട്ട് ദി പോയിന്റ് ബി ആയിരിക്കണം. ഇനി ഈ സ്കെയിലിൽ വേറൊരു പോയിന്റ് ആണ് വിചാരിക്കുക, ബിക്ക് പകരം ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, സേ സി. സീനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആംഗുലർ മൂവ്മെന്റ് കണ്ടുപിടിക്കാം. സോ അങ്ങനെ ആ കേസിൽ ടോർക്ക് അബൌട്ട് ദ പോയിന്റ് സി വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം അബൌട്ട് ദി പോയിന്റ് സി. അപ്പോൾ ഏത് പോയിന്റിനെ അടിസ്ഥാനമാക്കിയാണോ ടോർക്ക് കാണുന്നത് ആ പോയിന്റിനെ അടിസ്ഥാനമാക്കിയുള്ള ആംഗുലർ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും ആ ടോർക്ക് എന്ന് പറയുന്നത്. അല്ലാതെ ടോർക്ക് അബൌട്ട് ദി പോയിന്റ് സി എന്ന് പറയുന്നത് d/dt ഓഫ് എൽ ബി ആവില്ല. ടോർക്ക് അബൌട്ട് ദി പോയിന്റ് സി ഈസ് ഈക്വൽ ടു d/dt ഓഫ് ഇത് പോയിന്റ് എ ആണെങ്കിൽ എൽ എ ആവില്ല. d/dt ഓഫ് എൽ സി തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ശരിയാവുള്ളൂ. അതവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒറിജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് ഇൻ മൈൻഡ് ദാറ്റ് സിൻസ് എ ടോ ആൻഡ് എൽ ഡിപ്പെൻഡ് ഓൺ ദി ചോയ്സ് ഓഫ് ദി ഒറിജിൻ, the same origin must be used for both when applying the relation tau is equal to dL/dt, as we were careful to do in this program. The angular momentum of the block in this example changed only in magnitude and not in direction. Angular momentum magnitude മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. Since tau and L happen to be along the same line. In the next example, we return to the conical pendulum to study a case in which the angular momentum is constant in magnitude but changes direction due to an applied torque. അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ നമ്മൾ കണ്ടത് ആംഗുലർ മൂവ്മെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ചേഞ്ച് ചെയ്യുന്നത്, ഡയറക്ഷൻ എപ്പോഴും സെയിം ആയിട്ടാണ് നിൽക്കുന്നത്.